നിൽക്കൂ. ആ 10 രൂപയുടെ നോട്ട് ചിലവാക്കരുത്. അതെ, നിങ്ങൾ കേട്ടത് തികച്ചും ശരിയാണ്. ഇപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ആ 10 രൂപയുടെ നോട്ടെടുത്ത് ഏതെങ്കിലും കടക്കാരന് കൊടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുക്കയിലിടാനോ ആണ് പോകുന്നതെങ്കിൽ നിൽക്കൂ. നിങ്ങളുടെ കൈ അവിടെ തന്നെ നിർത്തുക. ആ നോട്ട് തിരികെ നിങ്ങളുടെ പോക്കറ്റിന്റെ ഏറ്റവും ആഴത്തിലുള്ള മൂലയിൽ വയ്ക്കുക. കാരണം ഒരു സാധാരണ കടലാസ് കഷ്ണം എന്ന പേരിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് വലിച്ചെറിയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. നിങ്ങൾ 10 രൂപയല്ല ചെലവാക്കാൻ പോയത്. നിങ്ങളുടെ ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് ഭാഗ്യത്തിന്റെ താക്കോൽ അഴുക്കുചാലിലേക്ക് വലിച്ചെറിയാൻ പോവുകയായിരുന്നു. കേൾക്കുമ്പോൾ അതിശയമായി തോന്നുന്നുണ്ടല്ലേ? എന്റെ വാക്കുകളിൽ ദേഷ്യം വരുന്നുണ്ടാകും. 10 രൂപയ്ക്ക് എന്ത് വിലയാണുള്ളത് എന്നോർത്ത്. ഇതുകൊണ്ട് ഒരു കപ്പ് ചായ പോലും നേരെ ചൊവ്വേ കിട്ടില്ല. എന്നാൽ ഇന്നുവരെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ നുണയാണിത്. നിങ്ങളുടെ കണ്ണുകളിൽ ഇട്ടിരിക്കുന്ന മൂടുപടം ഇതാണ്. ആ 10 രൂപയുടെ നോട്ട് സാധാരണ കടലാസല്ല. അത് ഈ പ്രപഞ്ചത്തിന്റെ, ഈ മെട്രിക്സിന്റെ ഒരു ഫിനാൻഷ്യൽ പോർട്ടലാണ്. അതൊരു ഉറങ്ങിക്കിടക്കുന്ന വിത്താണ്. ശരിയായ കോഡ് നൽകി നിങ്ങളത് ആക്ടിവേറ്റ് ചെയ്താൽ അതിന് നിങ്ങൾക്ക് മുന്നിൽ പണത്തിന്റെ ഒരു വനം തന്നെ സൃഷ്ടിക്കാൻ കഴിയും. എന്നാൽ അജ്ഞതയാൽ നിങ്ങളത് ചിലവാക്കിയാൽ ജീവിതകാലം മുഴുവൻ ഈ 10 രൂപയ്ക്കും 1 രൂപയ്ക്കും വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടും, അധ്വാനിക്കും, എന്നിട്ട് ചിന്തിക്കും, എന്തുകൊണ്ടാണ് എന്റെ കയ്യിൽ പണം നിൽക്കാത്തതെന്ന്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പണത്തിന്റെ ആ രഹസ്യശാസ്ത്രം, ലോകത്തിലെ 1% വരുന്ന സമ്പന്നർക്ക് മാത്രം അറിയാവുന്ന, എന്നാൽ മറ്റാരോടും അവർ പറയാത്ത ആ രഹസ്യ കോഡിംഗ് സിസ്റ്റം പറഞ്ഞുതരാൻ പോവുകയാണ്. കറൻസി എന്നാൽ വെറും കടലാസല്ല എന്നവർക്കറിയാം. കറൻസി എന്ന വാക്കുണ്ടായത് കറന്റ് എന്നതിൽ നിന്നാണ്. കറന്റ് എന്നാൽ പ്രവാഹം, വൈദ്യുതിയുടെ പ്രവാഹം, വെള്ളത്തിന്റെ ഒഴുക്ക്. ഒഴുക്കിന് എപ്പോഴും ഒരു ദിശ ആവശ്യമാണ്, ഒരു മാധ്യമം ആവശ്യമാണ്. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് ഡെഡ് കറന്റാണ്. അതിന് ജീവനില്ല, അതിന് ഒരു ദിശയില്ല. അതുകൊണ്ടാണ് അത് വരുന്നതും പോകുന്നതും. എന്നാൽ ഇന്ന് നാം ആ നോട്ടിൽ ജീവൻ നൽകാൻ പോവുകയാണ്. ഇന്ന് നാം ആ 10 രൂപ ന സ്വരചിഹ്നം ഔ ട ചന്ദ്രക്കല ട ഇനൈ 1 മണി മാഗ്നറ്റായി മാറ്റാൻ പോവുകയാണ്. ഇതെല്ലാം വെറും അസംബന്ധമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോകാം. രാവിലെ 9 മണിക്ക് ചോറ്റുപാത്രവും എടുത്തുപോയി വൈകുന്നേരം തളർന്ന് ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ തിരിച്ചെത്തുന്ന ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് മാറാം. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ സത്യമറിയാനുള്ള ദാഹമുണ്ടെങ്കിൽ, വായുവിൽ നിന്നുപോലും പണം ആകർഷിക്കാൻ കഴിയുന്ന ആ ഫ്രീക്വൻസി ടാപ്പ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അടുത്ത കുറച്ച് മിനിറ്റുകളിലേക്ക് കണ്ണുകൾ ചിമ്മാതിരിക്കുക. കാരണം ഇന്ന് നിങ്ങൾ വെറുമൊരു വീഡിയോ കാണുകയല്ല. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യത്തെ തിരുത്തിയെഴുതാൻ പോവുകയാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: എന്തുകൊണ്ടാണ് നിങ്ങൾ ദരിദ്രനായിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പണം നിങ്ങളുടെ അടുത്ത് നിൽക്കാത്തത്? നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു, നിങ്ങൾ സത്യസന്ധനാണ്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. എന്നിട്ടും മാസം അവസാനിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ പോക്കറ്റ് എന്തുകൊണ്ട് കാലിയാകുന്നു? ഇതിന്റെ ഉത്തരം നിങ്ങളുടെ പൾസിലല്ല, മറിച്ച് നിങ്ങളുടെ എനർജി ഫീൽഡിലാണ്. പണം ഒരു എനർജിയാണ്. ആ എനർജിക്ക് ഒരു കമാൻഡ് ആവശ്യമാണ്. പണത്തോട് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ പറയുന്നില്ലെങ്കിൽ അത് ചിതറിപ്പോകും. ഇന്നുവരെ നിങ്ങൾ പണത്തിന് നൽകിയത് ഒരൊറ്റ കമാൻഡ് മാത്രമാണ്: ചിലവാകുക, ബില്ലടയ്ക്കാൻ, ഭക്ഷണം കഴിക്കാൻ, വാടക കൊടുക്കാൻ. നിങ്ങൾ പണത്തിന് പോകാനുള്ള ട്രെയിനിംഗ് ആണ് നൽകിയത്. അതിന് നിൽക്കാനും വളരാനുമുള്ള കോഡ് നിങ്ങൾ ഒരിക്കലും നൽകിയിട്ടില്ല. ഇന്ന് നാം അതേ കോഡ് ആ 10 രൂപയുടെ നോട്ടിൽ എഴുതാൻ പോവുകയാണ്. ഇതൊരു മാന്ത്രിക വിദ്യയല്ല. ഇത് സേക്രഡ് ജോമെട്രിയുടെയും ന്യൂമറോളജി ഫ്രീക്വൻസിയുടെയും ശാസ്ത്രമാണ്. നാം ഉപയോഗിക്കാൻ പോകുന്ന നമ്പർ ഇതാണ്: 520. ഇത് നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിപ്പിക്കുക. 520. ഇത് പ്രപഞ്ചത്തിന്റെ ഗോൾഡൻ മണി കോഡാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളുടെ വാതിലുകൾ തുറക്കുന്ന നമ്പറാണിത്. എന്നാൽ നിൽക്കൂ, വെറുതെ ഒരു നമ്പർ എഴുതുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാവരും നോട്ടിലെഴുതി കോടീശ്വരന്മാരായേനെ. യഥാർത്ഥ രഹസ്യം ഇതിന്റെ രീതിയിലാണ്. നിങ്ങൾ ആ നോട്ട് മടക്കുന്ന രീതി, നിങ്ങൾ ഉപയോഗിക്കുന്ന മഷി, ആ നോട്ട് പോക്കറ്റിൽ വയ്ക്കുമ്പോഴുള്ള നിങ്ങളുടെ മനോഭാവം. ഇതിലൊരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ ഈ പരീക്ഷണം മുഴുവൻ പാഴായിപ്പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ വിപരീത ഫലവും ഉണ്ടായേക്കാം. അതിനാൽ ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ചോദ്യമാണ്. ആദ്യം നിങ്ങൾക്കൊരു 10 രൂപയുടെ നോട്ട് വേണം. ഇപ്പോൾ ചോദ്യം വരും: എന്തുകൊണ്ട് 10? 500 അല്ലെങ്കിൽ 2000 പാടില്ലേ? ഇതിന് പിന്നിൽ ആഴത്തിലുള്ള ഒരു ആത്മീയ കാരണമുണ്ട്. ന്യൂമറോളജിയിൽ 10 എന്നത് പൂർണ്ണതയുടെയും പുതിയ തുടക്കത്തിന്റെയും പ്രതീകമാണ്. 1ഉം 0ഉം ചേർന്നതാണ് 10. 1 എന്നാൽ സൂര്യൻ, അതായത് ആത്മാവ്, തുടക്കം. 0 എന്നാൽ അനന്തമായ, ശൂന്യമായ പ്രപഞ്ചം, എല്ലാം ജനിക്കുന്ന ആ സ്പേസ്.
നിങ്ങൾ 10 രൂപയുടെ നോട്ടിനെ നിങ്ങളുടെ വിത്തായി മാറ്റുമ്പോൾ ഞാനൊരു പുതിയ തുടക്കത്തിന് തയ്യാറാണ് എന്ന് നിങ്ങൾ പ്രപഞ്ചത്തിന് സന്ദേശം നൽകുകയാണ്. അനന്തതയിലേക്ക് പോകുന്ന ഒരു തുടക്കം. 10 രൂപ നോട്ട് ഒരു അടിത്തറയാണ്. കൊട്ടാരങ്ങൾ എപ്പോഴും ശക്തമായ അടിത്തറയിലാണ് നിൽക്കുന്നത് എന്നോർക്കുക, വായുവിലല്ല. നിങ്ങൾക്ക് 10 രൂപയെ ബഹുമാനിക്കാൻ കഴിയില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഒരിക്കലും നിങ്ങളുടെ അടുക്കൽ വരില്ല. ഇനി ആ നോട്ട് നോക്കുക. നോട്ട് അത്യാവശ്യം വൃത്തിയുള്ളതായിരിക്കാൻ ശ്രമിക്കുക. തീരെ കേടായതോ ടേപ്പ് ഒട്ടിച്ചതോ വളരെ അഴുക്കുള്ളതോ ആയ നോട്ട് എടുക്കരുത്. എന്തുകൊണ്ട്? കാരണം നാം ലക്ഷ്മിയെയാണ് വിളിക്കുന്നത്. നാം ഒരു രാജകീയ അതിഥിയെയാണ് ക്ഷണിക്കുന്നത്. വീട്ടിൽ വരുന്ന വിശിഷ്ടാതിഥിയെ നിങ്ങൾ കീറിയ കസേരയിലിരുത്തുമോ? ഇല്ലല്ലോ. അപ്പോൾ പണത്തെ എങ്ങനെ അഴുക്കുപുരണ്ട കടലാസിലേക്ക് വിളിക്കാൻ കഴിയും? കറുമുറുപ്പുള്ള വൃത്തിയുള്ള ഒരു നോട്ട് നിങ്ങളുടെ ഉദ്ദേശ്യത്തിന്റെ ശുദ്ധിയെ കാണിക്കുന്നു. നിങ്ങൾ പണത്തെ വിലമതിക്കുന്നുണ്ടെന്ന് ഇത് കാണിക്കുന്നു. ബഹുമാനമാണ് ആകർഷണ നിയമത്തിന്റെ ആദ്യപടി. വിലമതിക്കുന്നവരുടെ അടുത്തേക്ക് മാത്രമേ കാര്യങ്ങൾ വരൂ. ഇനി നിങ്ങൾക്കൊരു പേന വേണം. ഇവിടെയാണ് 90% ആളുകളും പരാജയപ്പെടുന്നത്. അവർ മുന്നിലുള്ള കറുത്ത പേനയോ കുട്ടികളുടെ ചുവന്ന പേനയോ എടുക്കുന്നു. സൂക്ഷിക്കുക, ഈ തെറ്റ് ഒരിക്കലും ചെയ്യരുത്. കറുപ്പ് നിറം ശനിയുടേതാണ്. ഇത് കാര്യങ്ങളെ വലിച്ചെടുക്കുന്നു, തടയുന്നു, മന്ദഗതിയിലാക്കുന്നു. നമുക്ക് പണത്തെ തടയേണ്ടതില്ല. നമുക്ക് പണത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കണം. നിങ്ങൾ കറുത്ത പേന കൊണ്ടെഴുതിയാൽ അറിയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പണത്തിൽ താഴ്വീഴത്തുകയാണ്. ചുവപ്പ് നിറം ചൊവ്വയുടേതാണ്. ഇത് കോപത്തെയും ചിലവിനെയും സൂചിപ്പിക്കുന്നു. ചുവന്ന പേന കൊണ്ടെഴുതിയ കോഡ് പണത്തെ കത്തിച്ചുകളയും. അതായത് പണം വരും, പക്ഷേ അത് അസുഖങ്ങൾക്കും വഴക്കുകൾക്കുമായി ചിലവഴിക്കപ്പെടും. നിങ്ങൾക്ക് വേണ്ടത് നീലയോ പച്ചയോ നിറത്തിലുള്ള പേനയാണ്. പച്ച നിറമാണ് ഏറ്റവും ശക്തം. എന്തുകൊണ്ട്? കാരണം ഇത് പ്രകൃതിയുടെ നിറമാണ്. ഇത് വളർച്ചയുടെ നിറമാണ്. മരങ്ങളുടെ നിറം പച്ചയാണ്. ഡോളറിന്റെ നിറവും പച്ചയാണ്. പച്ചനിറം വ്യാഴത്തിന്റെയും സമ്പത്തിന്റെയും ദേവനായ ബുധനെയും സന്തോഷിപ്പിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ പച്ച പേനയുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. എന്നാൽ പച്ചയില്ലെങ്കിൽ നീലപ്പേന എടുക്കുക. നീലനിറം ആശയവിനിമയത്തിന്റെയും വിശാലതയുടെയും നിറമാണ്. ഇത് ജലമൂലകത്തിന്റെ നിറമാണ്. ഓർക്കുക, പണവും വെള്ളവും ഒരേ എനർജിയാണ്. നീലനിറം ആ ഒഴുക്കിനെ ഉറപ്പാക്കുന്നു. ഇനി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. എവിടെ എഴുതണം? എന്തെഴുതണം? നിങ്ങളുടെ 10 രൂപ നോട്ട് മുന്നിൽ വയ്ക്കുക. നോട്ടിൽ അല്പം ശൂന്യമായ ഭാഗം കണ്ടെത്തുക. വൈറ്റ് സ്പേസ് ഉള്ളിടത്ത്. ഗാന്ധിജിയുടെ മുഖത്ത് ഒരിക്കലും എഴുതരുത്. നോട്ടിന്റെ നമ്പറുകൾക്ക് മുകളിലും എഴുതരുത്. ശൂന്യമായ സ്ഥലത്തെ ബഹുമാനിക്കുക. അവിടെ നിങ്ങൾ വളരെ ചെറിയ അക്ഷരങ്ങളിൽ വളരെ സ്നേഹത്തോടെയും വലിയ വിശ്വാസത്തോടെയും എഴുതണം. 520. എന്നാൽ നിൽക്കൂ, കഥ ഇവിടെ തീരുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. 520 എന്നതിന് തൊട്ടു താഴെ നിങ്ങൾ ഒരു ചെറിയ പ്ലസ് അടയാളം വരയ്ക്കണം. എന്തുകൊണ്ട് പ്ലസ് അടയാളം? ഇത് ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. 520 പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. എന്നാൽ പ്ലസ് അടയാളം ഒരു ആംപ്ലിഫയർ ആണ്. അത് അതിനെ വർദ്ധിപ്പിക്കും, ഗുണിക്കും, കൂട്ടിച്ചേർക്കും. പ്ലസ് അടയാളമില്ലെങ്കിൽ പണം വരികയും പോകുകയും ചെയ്യും. പ്ലസിനൊപ്പം പണം വരികയും കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എപ്പോഴും പ്ലസിൽ തുടരും, മൈനസിലല്ല. ഈ ചെറിയ പ്ലസ് അടയാളം നിങ്ങളുടെ ഉപബോധ മനസ്സിന് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. ഇത് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്നത് എന്താണ്? ഇത് മഷിയേക്കാൾ പ്രധാനമാണ്. ഇത് പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നറിയില്ല. എന്തൊരു മണ്ടത്തരമാണിത്, ഒന്ന് ചെയ്തു നോക്കാം എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പേന താഴെ വയ്ക്കുക. ചെയ്യരുത്, കാരണം നിങ്ങളുടെ ആ സംശയം ആ മഷിയിൽ കലരും. ആ നോട്ടൊരു വെൽത്ത് മാഗ്നറ്റ് ആകുന്നതിനു പകരം ഡൗട്ട് മാഗ്നറ്റായി മാറും. അത് നിങ്ങളുടെ സംശയങ്ങളെ ശരിയാക്കും. നിങ്ങൾ വ്യക്തമായ അറിവോടെ വേണം എഴുതാൻ. തീയിൽ കൈവച്ചാൽ പൊള്ളുമെന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ 520 എഴുതിയാൽ പണം വരുമെന്ന് നിങ്ങൾക്കുറപ്പുണ്ടായിരിക്കണം. ഇതിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ വെറുമൊരു നമ്പർ അല്ല എഴുതുന്നതെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. നിങ്ങൾ യൂണിവേഴ്സിന്റെ ബാങ്കിലെ ഒരു ബ്ലാങ്ക് ചെക്കിലാണ് ഒപ്പിടുന്നത്. പ്രപഞ്ചവുമായി ഒരു ഉടമ്പടിയിൽ നിങ്ങൾ ഒപ്പുവയ്ക്കുകയാണ്. ഇനി നാം ഈ പ്രക്രിയയുടെ ഏറ്റവും മാന്ത്രികവും എന്നാൽ ഏറ്റവും അപകടകരവുമായ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇതിനെ സേക്രഡ് ഫോൾഡ് എന്ന് വിളിക്കുന്നു. ഇവിടെയാണ് ആളുകൾ സ്വന്തം ഭാഗ്യത്തെ തൊഴിച്ചുമാറ്റുന്നത്. വളരെ ശ്രദ്ധയോടെ കോഡ് എഴുതിയിട്ടും പലരും നോട്ട് തെറ്റായ രീതിയിൽ മടക്കിയാണ് പോക്കറ്റിൽ വെക്കുന്നത്. മിക്കവാറും ആളുകൾ നോട്ട് പുറത്തേക്ക്, അതായത് തങ്ങളിൽ നിന്നും അകലേക്കാണ് മടക്കുന്നത്. നിങ്ങൾ നോട്ട് നിങ്ങളിൽ നിന്നും അകലേക്ക് മടക്കുമ്പോൾ എന്നിൽ നിന്ന് ദൂരേക്ക് പോകൂ എന്ന സിഗ്നലാണ് ഉപബോധ മനസ്സിന് നൽകുന്നത്. നിങ്ങൾ നൽകാനുള്ള എനർജിയാണ് അവിടെ സൃഷ്ടിക്കുന്നത്. നോട്ട് നിങ്ങളിലേക്ക് വേണം മടക്കാൻ. ഇത് ശ്രദ്ധാപൂർവം മനസ്സിൽ കാണുക.
നോട്ടിന്റെ അറ്റം പിടിച്ച് നിങ്ങളുടെ നെഞ്ചിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഫോൾഡ് ചെയ്യുക. ഇതിനർത്ഥം എന്റെ അടുത്തേക്ക് വരൂ എന്നാണ്. ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. നോട്ട് എപ്പോഴും നിങ്ങളിലേക്ക് തന്നെ മടക്കുക. അതൊരു ചെറിയ ചതുരമാകുന്നതുവരെ നിങ്ങളിലേക്ക് തന്നെ മടക്കുക. ചതുരാകൃതി ഭൂമി എന്ന മൂലകത്തെ സൂചിപ്പിക്കുന്നു. ഭൂമി എന്നാൽ സ്ഥിരത. പണം വന്ന് സ്ഥിരമായി നിൽക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ഇനി ചോദ്യം, ഈ നോട്ട് എന്തു ചെയ്യണം എന്നതാണ്. ഇത് അമ്പലത്തിൽ വെക്കണമോ? അതോ തിജോരിയിൽ വെക്കണമോ? അല്ല, ഇത് നിങ്ങളുടെ പഴ്സിലാണ് വെക്കേണ്ടത്. പക്ഷേ പഴ്സിൽ എവിടെ? ഇത് വളരെ പ്രധാനമാണ്. നാണയങ്ങളുടെ കൂടെ ശബ്ദമുണ്ടാക്കുന്നിടത്തല്ല വെക്കേണ്ടത്. കടബാധ്യതയുടെ വൈബ്രേഷനുള്ള പഴയ ബില്ലുകൾക്കും രസീതുകൾക്കും ഒപ്പവുമല്ല വെക്കേണ്ടത്. നിങ്ങളുടെ പഴ്സിൽ ഒരു രഹസ്യ അറ കാണും. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങൾ വയ്ക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അധികം കൈകടത്താത്ത ഒരു ചെറിയ പോക്കറ്റ്. ഈ നോട്ട് അവിടെയാണ് വെക്കേണ്ടത്. എന്തുകൊണ്ട്? കാരണം പഴ്സാണ് നിങ്ങളുടെ മണി ഹോം. പണം അവിടെയാണ് താമസിക്കുന്നത്. ഈ 520 നോട്ട് എന്ന രാജാവ് ശരിയായ സ്ഥലത്തിരുന്നാൽ അവൻ മറ്റെല്ലാ പണത്തെയും നിയന്ത്രിക്കും. ഈ നോട്ട് ഇപ്പോൾ ഒരു സാധാരണ നോട്ടല്ല. ഇതിപ്പോൾ ഒരു സീഡ് മണിയാണ്. ഇതൊരു വിത്താണ്. വിത്ത് നട്ടിട്ട് മണ്ണ് മാന്തി നോക്കാൻ പാടില്ല. അത് ഇരുട്ടിൽ ശാന്തമായി വളരാൻ അനുവദിക്കണം. ഇനി ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകാൻ പോവുകയാണ്. നിങ്ങളിത് അവഗണിച്ചാൽ ഈ രീതി പ്രവർത്തിക്കാതാകും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പത്തേക്കാൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ഈ 10 രൂപയുടെ നോട്ട് നിങ്ങൾ ഒരിക്കലും ചിലവാക്കാൻ പാടില്ല. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഒരിക്കലും പാടില്ല. നെവർ. എത്ര വലിയ പ്രശ്നം വന്നാലും, റിക്ഷയ്ക്ക് കൊടുക്കാൻ പണമില്ലെങ്കിലും, ദാഹിച്ചിട്ട് ഒരു കുപ്പി വെള്ളം വാങ്ങാനാണെങ്കിൽ പോലും ഈ നോട്ട് പേഴ്സിൽ നിന്ന് പുറത്തെടുക്കരുത്. ഏത് ദിവസമാണോ നിങ്ങൾ ഈ നോട്ട് ചിലവാക്കുന്നത്, അന്ന് നിങ്ങൾ ആ കാന്തം തകർത്തുവെന്ന് മനസ്സിലാക്കുക. പ്രപഞ്ചത്തിൽ നിന്നും സിഗ്നൽ പിടിച്ചെടുക്കുന്ന ആ ആന്റിനയാണ് നിങ്ങൾ പിഴുതെറിഞ്ഞത്. ഇത് ചിലവാക്കാനുള്ള 1 രൂപയല്ല, ലക്ഷക്കണക്കിന് രൂപയെ ആകർഷിക്കാനുള്ളതാണിത്. നിങ്ങളുടെ പഴ്സിലേക്ക് മറ്റ് നോട്ടുകളെ വേട്ടയാടി കൊണ്ടുവരുന്ന ഒരു വേട്ടക്കാരനാണിത്. വലിയൊരു മീനിനെ പിടിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സ്വർണ്ണ ചൂണ്ട വിൽക്കുമോ? ഇല്ലല്ലോ. ഈ നോട്ട് നിങ്ങളുടെ സ്വർണ്ണ ചൂണ്ടയാണ്. ഇത് ചിലവാക്കരുത്. സുരക്ഷിതമായി സൂക്ഷിക്കുക. ഇതാണ് നിങ്ങളുടെ ലക്കി ചാം. ഇനി നിങ്ങൾ ചോദിക്കും, അബദ്ധത്തിൽ ചിലവായിപ്പോയാലോ എന്ന്. അങ്ങനെ സംഭവിച്ചാൽ പുതിയൊരു നോട്ടിൽ ഈ പ്രക്രിയ മുഴുവൻ വീണ്ടും ചെയ്യേണ്ടി വരും. എന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ പണമിടപാടുകൾ നടത്തുമ്പോൾ കൈ ചെല്ലാത്ത സ്ഥലത്ത് ഇത് വയ്ക്കുക. എന്നാൽ നിൽക്കൂ. വീഡിയോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥ കളി ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഇതൊരു മുന്നൊരുക്കം മാത്രമായിരുന്നു. വണ്ടിയിൽ പെട്രോൾ അടിച്ചു, പക്ഷെ താക്കോൽ തിരിക്കണമല്ലോ. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. വിദ്യ നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ ഇത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം? ഇതിനെ എങ്ങനെ ചാർജ് ചെയ്യാം? ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ, ലോകം മുഴുവൻ ശാന്തമാകുമ്പോൾ, ശബ്ദകോലാഹലങ്ങൾ അടങ്ങുമ്പോൾ, നിങ്ങളെ ആരും ശല്യപ്പെടുത്താത്ത ഏകാന്തതയിൽ വേണം ഈ പ്രക്രിയ ചെയ്യാൻ. എന്താ ചെയ്യുന്നത്? ഇതെന്ത് ഭ്രാന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ വൈബ്രേഷനെ ഇല്ലാതാക്കും. ഇതൊരു രഹസ്യമായി സൂക്ഷിക്കുക. മാന്ത്രികത എപ്പോഴും രഹസ്യത്തിലാണ് വളരുന്നത്. നോട്ട് തയ്യാറാക്കിയ ശേഷം നിങ്ങളുടെ ഇടതുകൈ വെള്ളയിൽ അത് വയ്ക്കുക. എന്തുകൊണ്ട് ഇടതുകൈ? കാരണം ഇടതുകൈയാണ് റിസീവിംഗ് ഹാൻഡ്. നമ്മുടെ ഇടതുഭാഗം ചന്ദ്രനാഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന് സ്വീകരിക്കാനുള്ള ശക്തിയുണ്ട്. വലതുകൈ നൽകാനുള്ളതാണ്. ഇടതുകൈ വാങ്ങാനുള്ളതാണ്. ഇനി നിങ്ങളുടെ വലതുകൈ അതിനു മുകളിൽ വയ്ക്കുക. ഇപ്പോൾ നോട്ട് നിങ്ങളുടെ ഇരു കൈകൾക്കുമിടയിൽ സുരക്ഷിതമാണ്. കണ്ണുകൾ അടയ്ക്കുക. നട്ടെല്ല് നിവർത്തിയിരുന്ന് ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ ഒരു സുവർണ പ്രകാശം നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായി സങ്കൽപ്പിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ എല്ലാ പിരിമുറുക്കങ്ങളും, ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകളും, എല്ലാ ഭയവും പുറത്തേക്ക് പോകുന്നതായി മനസ്സിൽ കാണുക. ഇനി മനസ്സിൽ കാണുക, നിങ്ങളുടെ കൈകൾക്കിടയിലുള്ള നോട്ടിൽ നിന്നും തിളങ്ങുന്ന പച്ച വെളിച്ചം പുറത്തേക്ക് വരുന്നത് കാണാൻ ശ്രമിക്കുക. ഈ വെളിച്ചം നിങ്ങളുടെ കൈകളിൽ നിന്നും പുറത്തുവന്ന് മുറി മുഴുവൻ വ്യാപിക്കുകയാണ്. ഈ വെളിച്ചം ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നത് അനുഭവിക്കുക. 4 ദിശകളിൽ നിന്നും വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് പണം വായുവിലൂടെ ഒഴുകി നിങ്ങളിലേക്ക് വരുന്നത് സങ്കൽപ്പിക്കുക. നോട്ടുകൾ മാത്രമല്ല, വലിയ അവസരങ്ങളും വരുന്നു. നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വരുന്നു. പേയ്മെന്റ് റിസീവ്ഡ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് വർദ്ധിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുവെന്ന പോലെ നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായിരിക്കണം. ഈ പ്രക്രിയയ്ക്ക് ശേഷം ഇനി ഈ നോട്ടിലേക്ക് നിങ്ങൾക്ക് ജീവൻ നൽകണം. ഇതിനെ പ്രാണ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നു. കൈകൾ തുറക്കുക. നോട്ട് നിങ്ങളുടെ വായുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവശ്വാസം അതിലേക്ക് ഊതുക. അതെ, ശക്തിയായി ഒന്ന് ഊതുക. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ശ്വാസത്തിൽ പ്രാണനുണ്ട്.
നിങ്ങളുടെ ജീവശക്തിയുണ്ട്. പണ്ടുകാലത്ത് ഋഷിമാർ മന്ത്രം ജപിച്ച് വെള്ളത്തിൽ ഊതാറില്ലേ? ഓർമ്മയുണ്ടോ? അതേ ശാസ്ത്രം തന്നെയാണിത്. 520 എഴുതിയ നോട്ടിൽ നിങ്ങൾ ഊതുമ്പോൾ ജീവനില്ലാത്ത ആ കടലാസിനെ നിങ്ങൾ നിങ്ങളുടെ ബോധവുമായി ബന്ധിപ്പിക്കുന്നു. നിങ്ങളതിന് ജീവൻ നൽകുന്നു. ഊതുമ്പോൾ മനസ്സിൽ പറയുക, ഉണരുക, നിന്റെ ജോലി തുടങ്ങുക. ഇപ്പോൾ ഈ നോട്ട് ഉണർന്നു കഴിഞ്ഞു. ഇതിപ്പോ വെറും കടലാസല്ല, ഇത് നിങ്ങളുടെ പോരാളിയാണ്. ഇനി ഇത് പൾസിന്റെ ആ രഹസ്യ അറയിൽ വയ്ക്കുക. പൾസ് അടച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരൊറ്റ വാക്ക് പറയുക: താങ്ക് യു. വരാനിരിക്കുന്ന പണത്തിന് നന്ദി. വഴിയിലുള്ള ആ സമൃദ്ധിക്ക് നന്ദി. കൃതജ്ഞതയാണ് ഏത് ആഗ്രഹവും യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗം. ഇനി ഇത് എപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങും എന്നതാണ് ചോദ്യം. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കയിൽ നോട്ടുകെട്ടുകൾ കാണുമോ? കേൾക്കൂ, ഇതൊരു കുട്ടിക്കളിയല്ല, ഇതൊരു ക്വാണ്ടം ഫിസിക്സാണ്. നിങ്ങൾ ഈ നോട്ട് വയ്ക്കുമ്പോൾ നിങ്ങളൊരു ഫ്രീക്വൻസി ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അടുത്ത 24 മുതൽ 48 മണിക്കൂർ വളരെ നിർണായകമാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് മറുപടി നൽകും, പക്ഷേ അതിന്റെ ഭാഷ സൂചനകളുടേതാണ്. നാളെ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും അപ്രതീക്ഷിതമായ ഒരു ചെറിയ ലാഭമുണ്ടായേക്കാം. വഴിയിൽ കിടക്കുന്ന ഒരു നാണയം കിട്ടിയേക്കാം. അത് എടുക്കുക, അതിനെ അവഗണിക്കരുത്. കണക്ഷൻ ഉണ്ടായി എന്നതിന്റെ പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ സൂചനയാണത്. ഒരു പുതിയ ബിസിനസ് ഐഡിയയുമായി ഒരു പഴയ സുഹൃത്തിന്റെ ഫോൺ കോൾ വന്നേക്കാം. മുടങ്ങിക്കിടന്ന ഒരു കാര്യം പെട്ടെന്ന് നടന്നേക്കാം. ഈ സൂചനകൾ തിരിച്ചറിയുക. എന്നാൽ ശ്രദ്ധിക്കുക, 99% ആളുകളും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. എന്നിട്ട് ഈ വിദ്യ പ്രവർത്തിച്ചില്ലെന്ന് അവർ പറയും. ആ തെറ്റാണ് കാത്തിരിപ്പ്. നോട്ട് വെച്ച ശേഷം അവർ സമയം നോക്കാൻ തുടങ്ങും. അയ്യോ, 10 മണിക്കൂർ കഴിഞ്ഞല്ലോ, പണം വന്നില്ലല്ലോ. 2 ദിവസമായിട്ടും ലോട്ടറി അടിച്ചില്ലല്ലോ. നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ഇതുവരെ വന്നിട്ടില്ല എന്ന സിഗ്നലാണ് പ്രപഞ്ചത്തിന് നൽകുന്നത്. അതായത് നിങ്ങൾ വീണ്ടും ഇല്ലായ്മയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രപഞ്ചം പറയും, ശരി, നിനക്കില്ലായ്മയാണോ വേണ്ടത്? എന്നാൽ അങ്ങനെ തന്നെ നടക്കട്ടെ. നോട്ട് വെച്ച ശേഷം നിങ്ങളത് മറക്കണം. ഓർഡർ കൊടുത്തു കഴിഞ്ഞു എന്ന മട്ടിൽ പെരുമാറണം. ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ എപ്പോഴും കസ്റ്റമർ കെയറിലേക്ക് വിളിക്കില്ലല്ലോ. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് ഇവിടെയും വേണ്ടത്. ഇതിനെ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നു. ആഗ്രഹിക്കുക, പക്ഷേ അതിൽ തൂങ്ങിക്കിടക്കരുത്. എത്രത്തോളം നിങ്ങളത് മറക്കുന്നുവോ അത്രയും വേഗത്തിൽ ഫലം വരും. പലരും മറച്ചുവെക്കുന്ന വളരെ വലിയ മറ്റൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഈ വിദ്യയെക്കുറിച്ച് നിങ്ങൾ ആരോടും പറയരുത്. വലിയ റിസൾട്ടുകൾ ലഭിക്കുന്നതുവരെയെങ്കിലും ആരോടും പറയരുത്. വീട്ടുകാരോടോ സുഹൃത്തുക്കളോടോ പാർട്ട്ണറോടോ പോലും പറയരുത്. എന്തുകൊണ്ട്? കാരണം അവരുടെ വൈബ്രേഷൻ നിങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. നിങ്ങൾ അവരോട് പറയുകയും അവർ നിങ്ങളെ കളിയാക്കുകയും ചെയ്താൽ, 10 രൂപ നോട്ട് വെച്ചാൽ എല്ലാവർക്കും ടാറ്റയും ബിർളയും ആകാമല്ലോ എന്ന് പറഞ്ഞാൽ, അവരുടെ ആ ഒരു സംശയം നിങ്ങളുടെ വിശ്വാസമെന്ന ബലൂണിൽ സൂചി കുത്തുന്നതിന് തുല്യമാകും. നിങ്ങൾ ചാർജ് ചെയ്തു വെച്ച എനർജി മുഴുവൻ ചോർന്നുപോകും. മാന്ത്രികത എപ്പോഴും രഹസ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. വിത്ത് നട്ടിട്ട് ഇടയ്ക്കിടെ മാന്തി നോക്കിയാൽ അതൊരിക്കലും മരമാകില്ല. മണ്ണിനടിയിലെ ഇരുട്ടിൽ വേണം അത് വളരാൻ. ഇത് നിങ്ങളുടെയും യൂണിവേഴ്സിന്റെയും രഹസ്യമായിരിക്കട്ടെ. പണം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുവെന്ന് ആളുകൾ ചോദിക്കും. അപ്പോൾ മാത്രം പറയുക, ഇത് എല്ലാ മാസവും ചെയ്യാമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇല്ല, ഒരു തവണ ചെയ്താൽ മതി. ആ നോട്ട് നിങ്ങളുടെ കൈവശം ഉള്ളിടത്തോളം കാലം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നോട്ട് കീറുകയോ കേടാകുകയോ ചെയ്താൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കുകയോ ഒരു മരത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിടുകയോ ചെയ്യുക. എന്നിട്ട് പുതിയൊരു നോട്ടിൽ പുതിയ എനർജിയോടെ ഈ പ്രക്രിയ ആവർത്തിക്കുക. പഴയ നോട്ട് ഒരിക്കലും ഡസ്റ്റ്ബിന്നിൽ എറിയരുത്. അത് ലക്ഷ്മീദേവിയുടെ അപമാനമായിരിക്കും. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു യാദൃശ്ചികതയല്ല. യൂട്യൂബിൽ ലക്ഷക്കണക്കിന് വീഡിയോകളുണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്തു? കാരണം സമയം അതിക്രമിച്ചുവെന്ന് നിങ്ങളുടെ ആത്മാവിനറിയാം. ദാരിദ്ര്യത്തിന്റെ ആ ചക്രവ്യൂഹത്തിൽ നിന്ന് നിങ്ങൾ മടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ പഴയ യാഥാർത്ഥ്യത്തിൽ നിന്ന് നിങ്ങൾ ക്ഷീണിച്ചു കഴിഞ്ഞു. ഈ അറിവ് സ്വീകരിക്കാൻ പ്രപഞ്ചം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ വീഡിയോ ഒരിക്കലും നിങ്ങളുടെ ഫീഡിൽ വരില്ലായിരുന്നു. നിങ്ങളാണത് തെരഞ്ഞെടുക്കപ്പെട്ടവൻ. ഇനി ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. അറിവ് ലഭിച്ചു, രീതി മനസ്സിലായി. ഇനി ആക്ഷൻ എടുക്കുക എന്നത് നിങ്ങളുടെ ജോലിയാണ്. വെറുതെ വീഡിയോ കണ്ട് ഗംഭീരം എന്ന് പറഞ്ഞ് ഉറങ്ങാൻ പോകരുത്. ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് 10 രൂപയുടെ നോട്ട് എടുക്കുക, പേന എടുക്കുക, ഇത് ചെയ്യുക. കാരണം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് നമ്മുടെ പ്രവൃത്തി. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ലോക്കിംഗ് മെക്കാനിസം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫയൽ സേവ് ചെയ്ത് കമ്പ്യൂട്ടർ ഓഫാക്കുന്നതുപോലെ ഈ അറിവിനെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സേവ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ തന്നെ താഴെ കമന്റുകളിൽ പോയി ഈ കോഡ് ആക്ടിവേറ്റ് ചെയ്യുക. നാണിക്കരുത്.
പ്രപഞ്ചം സാക്ഷികളെ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ ഭൗതിക ലോകത്ത് നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. 520 ആക്റ്റീവ് എന്നെഴുതുക, അല്ലെങ്കിൽ 520 സജീവമാണ് എന്ന് മലയാളത്തിൽ എഴുതുക. നിങ്ങളിത് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരലുകളിൽ നിന്നും ആ വൈബ്രേഷൻ പുറത്തുവന്ന് ഡിജിറ്റൽ ലോകത്ത് എന്നേക്കുമായി പതിപ്പിക്കപ്പെടുന്നു. ഇത് നിങ്ങളുടെ ആദ്യപടിയാണ്. പ്രപഞ്ചവുമായി നിങ്ങൾ ഒപ്പിടുന്ന കോൺട്രാക്റ്റിലെ നിങ്ങളുടെ ഒപ്പാണിത്. കമന്റുകൾ നിറഞ്ഞിരിക്കണം. കൂടുതൽ ആളുകൾ എഴുതുന്തോറും വലിയൊരു എനർജി വോർട്ടെക്സ് സൃഷ്ടിക്കപ്പെടും. നാം എല്ലാവരും ചേർന്ന് ഒരു കൂട്ടായ ബോധം നിർമ്മിക്കും. നിങ്ങളുടെ കമന്റ് മറ്റൊരാളെ പ്രചോദിപ്പിക്കും. അവരുടെ കമന്റ് നിങ്ങൾക്ക് ശക്തി നൽകും. കേൾക്കൂ, ഇതെല്ലാം അസംബന്ധമാണെന്ന് തോന്നുന്നുവെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ പഴയ ജീവിതം തന്നെ ജീവിച്ചുകൊള്ളുക. കഷ്ടപ്പെടുക. ഓരോ പൈസയ്ക്കും വേണ്ടി മരിക്കുക. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ കോണിൽ എവിടെയെങ്കിലും ഇതൊരു പക്ഷേ സത്യമായേക്കാം എന്ന ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാതിരിക്കരുത്. ചെയ്തു നോക്കൂ. നഷ്ടപ്പെടാൻ എന്താണുള്ളത്? ഒരു 10 രൂപ നോട്ടും 2 മിനിറ്റ് സമയവും മാത്രം. പക്ഷെ നേടാനുള്ളത് ഈ പ്രപഞ്ചം മുഴുവനുമാണ്. തടസ്സപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പൂട്ട് തുറക്കുന്ന ആ ചെറിയ താക്കോൽ ഒരുപക്ഷെ ഇതായിരിക്കാം. ചിലപ്പോൾ വലിയ വാതിലുകൾ ചെറിയ താക്കോലുകൾ കൊണ്ടാണ് തുറക്കുന്നത്. ഈ 520 കോഡ് ആ ചെറിയ താക്കോലാണ്. അടുത്ത 24 മണിക്കൂർ നിങ്ങളുടെ കണ്ണുകളും കാതുകളും തുറന്നിരിക്കുക. പ്രപഞ്ചം ഏതു രൂപത്തിലും മുട്ടിയേക്കാം, മണിയടിച്ചേക്കാം. അത് വരുമ്പോൾ വാതിൽ തുറക്കാൻ ഭയപ്പെടരുത്. കാരണം ഇന്നലെകളിൽ ഉണ്ടായിരുന്ന ആളല്ല ഇപ്പോൾ നിങ്ങൾ മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ പോക്കറ്റിൽ ഇപ്പോൾ ഉള്ളത് വെറുമൊരു സാധാരണ കടലാസല്ല, ഒരു പവർ ഹൗസാണ്. പോകൂ, ആ 10 രൂപ നോട്ടെടുക്കൂ, അതിനെ ചാർജ് ചെയ്യൂ. നിങ്ങൾ ആരാണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കൂ. കമന്റ് ചെയ്യാൻ മറക്കരുത്. 520 ആക്റ്റീവ്. 100, 200, 500, 2000 രൂപ നോട്ടുകളുടെ രഹസ്യ കോഡുകൾ കൂടി ഞാൻ വെളിപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ നോട്ടിനും അതിൻ്റേതായ ഫ്രീക്വൻസിയുണ്ട്, അതിൻ്റേതായ ഗ്രഹമുണ്ട്. അതെല്ലാം നിങ്ങൾക്കറിയണമെങ്കിൽ മണി മാനിഫെസ്റ്റ് ഡീകോഡിംഗ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങളുടെ നിർബന്ധമല്ല, നിങ്ങളുടെ ആവശ്യമാണ്. കാരണം ഇവിടെയാണ് നാം മെട്രിക്സ് ഡീകോഡ് ചെയ്യുന്നത്. മറ്റൊരു വലിയ രഹസ്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങളുടെ കറൻസിക്ക് കറണ്ട് നൽകുക. അത് നിങ്ങൾക്ക് സമ്പത്ത് നൽകും. തഥാസ്തു. ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ പറയാൻ മറന്നുപോയ അല്ലെങ്കിൽ അവസാനത്തേക്ക് മനഃപൂർവ്വം മാറ്റിവെച്ച അവസാനത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ബോണസ് ടിപ്പ് ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോകാത്ത യഥാർത്ഥ അന്വേഷകർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ആ നോട്ട് പഴ്സിൽ വെച്ചതിന് ശേഷം പഴ്സ് അടച്ച് അതിനു മുകളിൽ ചൂണ്ടുവിരൽ കൊണ്ട് വായുവിൽ 520 എന്നെഴുതുക. പേനയില്ലാതെ വിരൽ കൊണ്ട് മാത്രം. എന്നിട്ട് പഴ്സിൽ 3 തവണ തട്ടുക. ഇതൊരു എനർജി ലോക്കാണ്. വാതിലടച്ചിട്ട് നമ്മൾ കുറ്റിയിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് പോലെയാണിത്. എനർജി ചോർന്നു പോകുന്നില്ലെന്ന് ഇത് ഉറപ്പാക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മാപ്പുമുണ്ട്, മുഴുവൻ കോഡുമുണ്ട്. ഇനി ഒരു ഒഴിവുകഴിവുകളുമില്ല. എഴുന്നേൽക്കുക, നോട്ടെടുക്കുക, നിങ്ങളുടെ ഭാഗ്യം സ്വന്തം കൈകൊണ്ട് എഴുതുക.